Consider the following reference string 1, 2, 3, 2, 4, 1, 3, 2, 4, 1. Find out the number of page faults if there are 3 page frames using the following page replacement algorithm. FIFO, Optimal, LRU. നമ്മളപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. 3 ആണ് പേജ് ഫ്രെയിമിൻ്റെ സൈസ്. ഫസ്റ്റ് ഫിഫോയാണ് ചെയ്യുന്നത്. ഫിഫോയിൽ ഫസ്റ്റ് റെഫറൻസ് സ്ട്രിങ് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം പുതുതായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ എം വച്ചിട്ടും ഓൾറെഡി ഉള്ളതിനെ നമ്മൾ എച്ച് വച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്യും. നമ്പർ ഓഫ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് എമ്മിൻ്റെ കൗണ്ടാണ്. ഇത് ഫിഫോ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വന്ന ഓർഡറിൽ വേണം റീപ്ലേസ് ചെയ്യാൻ. ഫസ്റ്റ് 1, 2, 3 നമ്മൾ പ്ലേസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വന്നത് 2 ഓൾറെഡി ഉള്ളതാണ്, സോ എച്ച്. ദെൻ 4 വരുമ്പോൾ ആദ്യമേ നമ്മൾ ആഡ് ചെയ്തത് 1 ആണ്, സോ 1നെ റീപ്ലേസ് ചെയ്ത് 4 ആക്കുക. ദെൻ നെക്സ്റ്റ് 1 വരുമ്പോൾ നെക്സ്റ്റ് രണ്ടാമത് നമ്മൾ ഇൻസേർഷൻ നടത്തിയത് 2നെ ആയിരുന്നു, അതുകൊണ്ട് 2നെ റീപ്ലേസ് ചെയ്ത് 1 ആക്കുക. ദെൻ 3 ഓൾറെഡി ഉണ്ട്, അപ്പോൾ അത് എച്ച്. അങ്ങനെയാണ് ഈ ഫിഫോയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്പർ ഓഫ് എം എന്ന് പറയുന്നത് 9 വരും, സോ പേജ് ഫോൾട്ട് ചെയ്ത നമ്പർ 9 വരും. നെക്സ്റ്റ് ആണ് LRU. LRUവിൽ നമ്മൾ ലെഫ്റ്റ് സൈഡാണ് കൺസിഡർ ചെയ്യുക. അതായത് ഇതിൽ നമ്മൾ നോർമലി ചെയ്ത പോലെ തന്നെ 1, 2, 3 വരെയും ഇൻസേർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് റെഫറൻസ് സ്ട്രിങ്ങിൽ വന്നിരിക്കുന്നത് 2 ആണ്, 2 ഓൾറെഡി ഉള്ളതാണ്, സോ എച്ച്. ദെൻ നെക്സ്റ്റ് 4 വരുമ്പോൾ 4ൻ്റെ ലെഫ്റ്റിൽ 3 നമ്പേഴ്സ് നോക്കുക. 3 നമ്പേഴ്സ് നോക്കാൻ പറഞ്ഞ കാരണം ഇവിടെ ഫ്രെയിം സൈസ് 3 ആണ്. അപ്പോൾ 2, 3, 2. പക്ഷേ 2 റിപ്പീറ്റ് ചെയ്തത് വരുന്നത് കൊണ്ട് 1ഉം കൂടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ 1 ആണ് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ലീസ്റ്റായിട്ട്, സോ 1നെ റീപ്ലേസ് ചെയ്ത് 4 വരാം. ദെൻ നെക്സ്റ്റ് സ്ട്രിങ് 1 വരും. 1 വരുമ്പോൾ 1ൻ്റെ ലെഫ്റ്റിലേക്കുള്ള 3 എന്ന് പറയുമ്പോൾ 3, 2, 4. അതിൽ ഫസ്റ്റ് വന്നത് 3 ആണ്, സോ 3നെ റീപ്ലേസ് ചെയ്ത് 1 എന്നാക്കാം. ദെൻ നെക്സ്റ്റ് 3 വരുമ്പോൾ 3ൻ്റെ ലെഫ്റ്റിലുള്ള 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2ഉം 4ഉം 1 ആണ്, സോ 2നെ റീപ്ലേസ് ചെയ്ത് 3 ആക്കുക. അങ്ങനെ അത് പ്രൊസീഡ് ചെയ്യുക. നമ്പർ ഓഫ് എം എന്ന് പറയുന്നത് 9 ടൈംസ് ആണ്, സോ ഈ കേസിൽ നമ്പർ ഓഫ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് 9 വരും. നെക്സ്റ്റ് നമ്മൾ ഒപ്റ്റിമലാണ് നോക്കാൻ പോകുന്നത്. ഒപ്റ്റിമലിൽ നമ്മൾ സ്ട്രിങ്ങിൻ്റെ റൈറ്റിലേക്കാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ 1, 2, 3 ഇൻസേർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് 2 ഓൾറെഡി ഉള്ളതാണ്, സോ അതിനെ എച്ച് എന്ന് എഴുതി. ദെൻ നെക്സ്റ്റ് 4 വരുമ്പോൾ ആ ടൈമിൽ നമ്മുടെ കയ്യിലുള്ളത് 1, 2, 3 ആണ്, സോ 1 നെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യണം, 3 നെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യണം. 2 അവസാനം വരുന്നത്, സോ 2നെ റീപ്ലേസ് ചെയ്ത് 4 എന്നാക്കുക. ദെൻ നെക്സ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ 1 ഓൾറെഡി ഇതിലുള്ളതാണ്, സോ എച്ച്. ദെൻ നെക്സ്റ്റ് വരുന്നത് 3 ആണ്, 3 ഓൾറെഡി ഉള്ളതാണ്, എഗെയിൻ എച്ച്. നെക്സ്റ്റ് നമുക്ക് 2 ഇൻസേർട്ട് ചെയ്യണം. 2 ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ 1, 4, 3 ആണ്. 4 നെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ളതാ, 1 നെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ളതാ. നമുക്ക് 3 വരുന്നേ ഇല്ല, സോ 3ൻ്റെ പ്ലേസിലേക്ക് നമുക്ക് 2നെ ആക്കാം. ദെൻ നെക്സ്റ്റ് 4 വരുമ്പോൾ 4 ഓൾറെഡി ഉള്ളതാണ്, സോ എച്ച്. ദെൻ ലാസ്റ്റ് 1 വരുമ്പോൾ 1ഉം ഓൾറെഡി ഉള്ളതാണ്. ഈ കേസിൽ നമുക്ക് പേജ് ഫോൾട്ടിൻ്റെ നമ്പർ 5 കിട്ടും.